എല്ലാരും ചേർന്ന് ഇന്നൊരു കേക്ക് ഉണ്ടാക്കാൻ പോവാന്ന് പറഞ്ഞു. നമുക്ക് ഉണ്ടാക്കിയാലോ? അപ്പോൾ നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ പറഞ്ഞാൽ നേരെ അകത്തേക്ക് പോയേ. നമ്മളിപ്പോൾ ഇതാ ടൗണിലാണ് ഉള്ളത്. അതിൻ്റെ കേക്ക് ഉണ്ടാക്കേണ്ട സാധനങ്ങൾ വാങ്ങണ്ടേ. ഒരു കടയിലെത്തി അതിൻ്റെ ഐറ്റമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. പല വെറൈറ്റീസും കാണാനുണ്ട് എന്തൊക്കെയല്ലോ. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ ഐറ്റം വാങ്ങി. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇതാ മനുഷ്യ ക്രീം ഒഴിക്കുകയാണ്. ബാക്കിനെ അവൾ പറയും. ക്രീം ഒഴിച്ചു. നമുക്ക് ക്രീം ആക്കിയെടുക്കാം. ക്രീം ഒഴിച്ച് ഇനി നമുക്ക് നല്ലോണം ഒന്ന് പതപ്പിച്ചെടുക്കാം. മനുഷ്യൻ്റെ കഴിഞ്ഞ് അത് ഷാനിക്ക് കൈമാറിയിട്ടുണ്ട്. 3 മുട്ടയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് അടുത്ത ബാറ്ററിന് വേണ്ടിയിട്ട്. മുട്ട ഇനി നല്ലോണം പതപ്പിച്ചെടുക്കണം. നമുക്കിനി അതിലേക്ക് കിടക്കാം. മുട്ട നല്ലോണം ബീറ്റ് ചെയ്ത് ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ലോണം പതഞ്ഞ് വരുന്നുണ്ട്. നമുക്കിത് അടുത്തയാൾക്ക് കൈമാറാം. മുട്ട നല്ലോണം പതപ്പിച്ചതിന് ശേഷം നമ്മൾ അടുത്ത് പാലൊഴിക്കുകയാണ് വേണ്ടത്. പാലൊഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് നമ്മളിതിൽ. അതിന് ശേഷം ഇത് രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കേക്കിൻ്റെ ബാറ്റർ ഇട്ട് കൊടുക്കുക. അത് കുറച്ചായി ഇട്ട് കൊടുക്കുക. മിക്സ് ചെയ്യുക. അങ്ങനെ കേക്കിൻ്റെ പൊടി മുഴുവനായും ഇട്ട് കൊടുത്ത് ഇത് എല്ലാം നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ച് വെക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. പൊടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് വേവിക്കാനുള്ള പരിപാടി നോക്കാം. അത് അതിന് വേണ്ടിയിട്ട് ഗ്യാസ് കത്തിച്ച് അതിലൊരു പാത്രം വെച്ച് ചൂടാക്കാനായിട്ട് വെക്കുക. അതിനുശേഷം നമ്മൾ കേക്കിൻ്റെ ട്രേയിൽ മുഴുവനായിട്ട് നെയ്യ് പുരട്ടി കൊടുക്കുക. ഈ നെയ്യ് പുരട്ടി ട്രേയിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. കംപ്ലീറ്റ് ഒഴിക്കുക. അതിന് ശേഷം ഈ കേക്കിൻ്റെ ട്രേ ഒന്ന് തട്ടി അതിലുള്ള എയർ ബബിൾസ് എല്ലാം കളയാം. പിന്നീട് നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ച ആ പാത്രത്തിലേക്ക് ഈ ട്രേ വെക്കുകയാണ് വേണ്ടത്. അത് പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇത് അടച്ചു വെക്കുക. അപ്പം നമ്മളെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് പുറത്തെടുക്കുന്ന വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ കേക്കിനെ നമ്മൾ 3 ലെയറായിട്ട് മുറിച്ച് അതിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പ് ഒഴിച്ച് കഴിഞ്ഞു. പിന്നീട് അതിന് കംപ്ലീറ്റ് ആയിട്ട് നമ്മളതിനെ ക്രീം പുരട്ടിയതിന് ശേഷം നമ്മൾ ആ കഴിയുന്ന വിധത്തിൽ അതിനെ അലങ്കരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് ആർക്കും ഇപ്പോൾ അറിയാത്തതായിട്ടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൊറോണ ടൈമിൽ നമ്മളെല്ലാം പാചകത്തിനോട് ആ ഒരു ഇത് കാണിച്ചത് കൊണ്ട് തന്നെ എല്ലാവരും കേക്ക് ഉണ്ടാക്കാനൊക്കെ പഠിച്ചിട്ടുണ്ട്. നമ്മളും അങ്ങനെ തന്നെ പഠിച്ചതാണ്. അങ്ങനെയാണ് നമ്മളും ക്രിസ്മസിനൊരു കേക്ക് ഉണ്ടാക്കാൻ തീരുമാനിച്ചത്.